എത്ര വലിയ സെലിബ്രിറ്റി കയറിയാലും അവർ പാത്രം കഴുകണം, അവർ തുണി അലക്കണം, ഞാൻ രാവിലെ എണീറ്റ് ഏറ്റവും അധികം പഴുപ്പ് ഞെക്കിക്കളയും. അപ്പൊ നമ്മളത് അതുമായിട്ട് എനിക്കറിയാം. ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഞാൻ ഷെമീറിക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജിമ്മിലാണല്ലോ, എന്റെ ഒരു 5-6 കിലോ കുറയുമായിരിക്കും ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. കാരണം നമുക്ക് അവിടെ ഫുഡ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും, നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഈ സീസണിൽ കണ്ടൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ ടീം കോൺസെപ്റ്റ്, എനിക്ക് ആ കോൺസെപ്റ്റ് താല്പര്യമൊന്നുമില്ല, പക്ഷെ പവർ ടീം കോൺസെപ്റ്റ് വന്നതുകൊണ്ട് അവർക്ക് ലക്ഷറി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് മട്ടനും ചിക്കനും ഒക്കെ ആദ്യത്തെ കുറെ ദിവസങ്ങളിലൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു പരിധിവരെ സാധാരണ സീസൺ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒരു 1% നമുക്ക് കുറച്ചുകൂടെ ഫുഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് വിയോജിപ്പൊന്നുമില്ല. ഫുഡ് പട്ടിണി കിട്ടുന്നതായിട്ടൊന്നുമല്ല. നമുക്കവിടെ ഇതൊക്കെ നമ്മൾ പൊരുത്തപ്പെടണം. ചിലപ്പോൾ ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷെ ആര് വന്നാലും ശരി, അതിപ്പോ ഈ ബിഗ് ബോസിലേക്ക് എത്ര വലിയ സെലിബ്രിറ്റി കയറിയാലും അവർ പാത്രം കഴുകണം, അവർ തുണി അലക്കണം, അവർ തറ തുടക്കണം, കക്കൂസ് പോലെ ഒരു ക്ലീൻ ചെയ്യണം, ആഹാരം പാകം ചെയ്യണം. ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പൊ അറിഞ്ഞിട്ട് കയറി ചെന്നിട്ട് പിന്നീട് നമുക്ക് അതിനകത്ത് കംപ്ലൈൻസ് പറഞ്ഞിട്ട് കാര്യമില്ല, കംപ്ലൈന്റിന് അർത്ഥമില്ല. കാരണം ഞാൻ എത്രത്തോളം ഫിറ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം എന്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ഫയറുമാണ് നമ്മൾ ആ സമയത്ത് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പെർഫോം ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഒരു പ്രിപ്പയർഡ് ആയിട്ട് സംസാരിച്ച കാര്യമല്ല അത്. ആ മൊമെന്റിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നുള്ളത്. പക്ഷെ അതിനുശേഷം ഓരോ ദിവസം മുന്നോട്ട് പോയപ്പോൾ ഒരു 15 ദിവസത്തിനിടയിൽ എനിക്ക് 13 ദിവസം മെഡിക്കൽ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചിട്ട് സിജോ റെസ്റ്റ് എടുക്കണം, സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഒരു ടാസ്കിനിടയിൽ എന്റെ വായിൽ നിന്ന് ഒരുപാട് പഴുപ്പ് വരികയും, അപ്പൊ പിന്നെ എനിക്ക് കാരണം ഞാനപ്പോ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയി അതിനകത്ത് എത്തിക്കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് അവിടെ പിന്നെയാണ് എന്റെ ടാസ്കിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവിടെ നിൽക്കുക എന്നുള്ള ടാസ്ക് കൂടെ എനിക്കായി. ടാസ്കിന്റെ മുകളിൽ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ എനിക്ക് വലിയൊരു ടാസ്ക് ആയിട്ട് മാറി. എന്റെ വെർബൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാവിലെ എണീക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക്, എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിയാം, എന്റെ വാ അടഞ്ഞു പോകും. രാവിലെ എണീക്കുമ്പോൾ ഞാൻ മോർണിംഗിൽ ഡാൻസ് കളിക്കാത്തതിന്റെ റീസൺ അതാ. കാരണം എനിക്ക് മോർണിംഗ് ഡാൻസ് കളിക്കാൻ പറ്റില്ല. എന്റെ വാ ഇങ്ങനെ ക്ലോസ് ആയിട്ട് അടഞ്ഞിരിക്കും. കാരണം പഴുപ്പ് വന്നിട്ട് വാ അടഞ്ഞിരിക്കും. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ഏറ്റവും അധികം പഴുപ്പ് ഞെക്കിക്കളയും. ഇങ്ങനെ പഴുപ്പ് ഞെക്കി വായിലൂടെ പഴുപ്പ് കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു അരമണിക്കൂർ എടുക്കും എന്റെ രാവിലത്തെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നീട് ഞാൻ മുന്നോട്ട് പോയപ്പോഴത്തേക്കും സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാത്ത അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ ടാസ്ക് കളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ഷിവറിങ് ഉണ്ട്, അല്ലെങ്കിൽ മസിൽ പ്രോബ്ലംസ് ഉണ്ട്, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സാധനങ്ങൾ. അപ്പൊ ഇനി അതൊക്കെ എനിക്ക് ഭയങ്കര ലിമിറ്റേഷൻ ആയി. ആ ലിമിറ്റേഷൻ ഞാനവിടെ പറഞ്ഞിട്ടില്ല, ഹൗസിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ലിമിറ്റേഷൻസ് ഭയങ്കര ഹൈ ആയപ്പോഴത്തേക്കും ഞാൻ കുറേയൊക്കെ ഡൗൺ ആയി എന്നുള്ളൊരു സത്യാവസ്ഥയാണ്.